നമ്മുടെ ഈ ക്രിയകളുടെ പ്രത്യേകത ഒരു വ്യക്തിയെ ഭൗതികപരമായും ആത്മീയപരമായും ഉയർത്തുമെന്നുള്ളതാണ് ഈ ക്രിയയുടെ. അപ്പോൾ നിങ്ങൾ ചോദിക്കും അതെങ്ങനെയെന്ന്. മന്ത്രതന്ത്ര വിധികളിലൂടെയാണോ എന്ന് ചോദിക്കൂ. മന്ത്രതന്ത്ര വിധികളിലൂടെയല്ല. വളരെ ശാസ്ത്രീയമായി പറഞ്ഞാൽ മനസ്സും ശരീരവും, നിങ്ങളുടെ മനസ്സും ശരീരവും, മനസ്സ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയാത്ത ഒരു സംഭവം അല്ലേ, കാണാൻ കഴിയാത്ത സൂക്ഷ്മതലത്തിൽ സ്ഥിതി ചെയ്യുന്ന മനസ്സും, അതുപോലെ തന്നെ നിങ്ങളുടെ ശരീരം എന്ന് പറയുന്നത് സ്ഥൂലാവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ഇതുമാണ് അല്ലേ, സ്ഥൂലാവസ്ഥയിൽ. അപ്പോൾ നമ്മൾ ഏറ്റവും പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ആരോഗ്യം എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം ആലോചിക്കുന്നത് ശരീരത്തെക്കുറിച്ചാണ്. ആരോഗ്യം, അയാൾക്ക് ആരോഗ്യമുണ്ടോ? അയാൾ നല്ല ആരോഗ്യവാനാണ്. നിങ്ങൾ കാണുന്ന സമയത്ത് ബൈസപ്സ് ഉണ്ടാവും, മീൻസ് കൈയിൻ്റെ മസിൽസ് ഉണ്ടാവും, കാലിൻ്റെ മസിൽസ് ഉണ്ടാവും, ഒരു 6 എന്താ പറയുന്നത് ഇപ്പോഴത്തെ കുട്ടികൾ പറയുന്ന 6 പാക്ക് ഉണ്ടാവാം, എല്ലാം ഉണ്ടാവാം. പക്ഷേ അയാളുടെ മാനസികാരോഗ്യം വളരെ 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 കുറവായിട്ടായിരിക്കും. ഇതാണ് പ്രശ്നം. നമ്മുടെ സമൂഹത്തിനെ കാർന്നു തിന്നുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് ജിംനേഷ്യങ്ങളിൽ പോയി, ജിമ്മിൽ പോയി വെയിറ്റും അതിനപ്പുറത്തുള്ള വെയിറ്റും എടുത്ത് ശരീരത്തെ മസിൽ ഉരുട്ടി 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 അവസാനം നിൽക്കാനും നടക്കാനും പറ്റാത്ത രൂപത്തിലേക്ക് ഒരു മനുഷ്യൻ്റെ യഥാർത്ഥ രൂപത്തിലല്ലാത്ത കുറേ വ്യക്തികളെ നിങ്ങൾക്ക് കാണാം. ഒരു മനുഷ്യൻ്റെ യഥാർത്ഥ വ്യക്തിത്വം 6 പാക്ക് ആണെന്നും കൈയുടെ ഉരുണ്ട മസിലാണെന്നും കാലിൻ്റെ തുടയുടെ വലിയ മസിലാണെന്നും പ്രചരിപ്പിക്കുന്ന ഒരുപറ്റം ആളുകളുടെ നാടും കൂടെയാണ് നമ്മുടെ ഈ നാട്. ജിംനേഷ്യത്തിൽ പോകുന്നത് ഒരിക്കലും തെറ്റാണെന്ന് വ്യാഖ്യാനിക്കരുത്. ഞാൻ പറഞ്ഞു എന്ന് ഒരിക്കലും പറയരുത്. ഞാൻ അതല്ല പറഞ്ഞത്. അനാവശ്യമായ മസിലുകളെ ഉരുട്ടി വീർപ്പിച്ച് തൻ്റെ തലച്ചോറിനെ ചെറുതാക്കുന്ന ഒരുപാട് ആളുകളെ നിങ്ങൾക്ക് കാണാം. അപ്പം മനുഷ്യൻ ആരോഗ്യമെന്ന് പറയുന്നത് അവൻ്റെ ശരീരത്തിന് മാത്രമാണെന്നും മനസ്സിന് യാതൊരുവിധ ടോണിക്കും കൊടുക്കണ്ടെന്നും വിചാരിക്കുന്ന ഒരു സാഹചര്യത്തിൽ, ഒരു വർത്തമാനകാലത്തിൽ നമ്മൾ ജീവിക്കുന്നുണ്ട്. ഈ വർത്തമാനകാലം നമ്മളോട് വിളിച്ചു പറയുന്നത് എനിക്ക് ശാരീരികമായ പ്രശ്നങ്ങൾ ഞാൻ പരിഹരിക്കും, മാനസികമായ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ എന്തുണ്ട് മാർഗമെന്നാണ് ആളുകൾ ചോദിക്കുന്നത്. മനസ്സിൻ്റെ പ്രശ്നങ്ങൾ എന്താണ്? മനസ്സിൻ്റെ പ്രശ്നങ്ങൾ ശരീരത്തെയും ശരീരത്തിൻ്റെ പ്രശ്നങ്ങൾ മനസ്സിനെയും ബാധിക്കുമെന്ന് ഞാൻ പറയേണ്ട കാര്യമില്ല. അതിൽ തർക്കമുണ്ടെന്നറിയില്ല. നിങ്ങൾക്ക് മുട്ടുവേദന വന്നാൽ ഇരിക്കാൻ പറ്റില്ല, മനസ്സിനെ ബാധിക്കും. വയറുവേദന വന്നാൽ നിങ്ങൾക്ക് മനസ്സ് അസ്വസ്ഥമാവും. തലവേദന വന്നാൽ നിങ്ങൾക്ക് മനസ്സ് അസ്വസ്ഥമാവും. നമ്മുടെ ഏതെങ്കിലും ഒരു ഓർഗൻ പണിമുടക്കിയാൽ തീർച്ചയായും നിങ്ങളുടെ മനസ്സാണ് വിഷമിക്കുന്നത്. മനസ്സ് വിഷമിപ്പിക്കുന്ന സമയത്ത് ഇനി മനസ്സിൻ്റെ വിഷമാണെങ്കിലോ, മനസ്സിൻ്റെ വിഷമം, നിങ്ങളൊരു സ്ഥലത്ത് പോയി പെട്ടെന്ന് പേടിച്ചു പോയി, നിങ്ങളൊരു വിഷയം കേൾക്കുകയാണ്, ദുഃഖകരമായ ഒരു വിഷയം കേൾക്കുകയാണ്. ആ വിഷയം കേൾക്കുന്ന സമയത്ത് നിങ്ങളുടെ ശരീരം തളർന്നു പോകുന്നതായിട്ട് അനുഭവപ്പെടും. മനസ്സും ശരീരവും ഒരമ്മ പെറ്റ മക്കളാണെന്നും ഒരു നാണയത്തിൻ്റെ ഇരുവശങ്ങളാണെന്നും ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇങ്ങനെ മനസ്സിലാക്കുന്ന സമയത്ത് ഞങ്ങൾ അതിനെ വ്യാഖ്യാനിക്കുന്നത്, അതിൻ്റെ കോർഡിനേഷൻ, നമ്മൾ മഴയും വെയിലും, മഴ മാത്രം വരുമ്പോൾ വെള്ളപ്പൊക്കവും, വെയിൽ വരുന്ന സമയത്ത് നമ്മുടെ വൃക്ഷങ്ങളും നമ്മുടെ മനുഷ്യരും കരിഞ്ഞു പോകുന്നത് പോലെ ഒരു സന്തുലിതാവസ്ഥയിൽ നമ്മുടെ മനസ്സിനെയും ആരോഗ്യത്തെയും ശരീരത്തിൻ്റെ ആരോഗ്യത്തെയും നമ്മൾ ഒരു സന്തുലിതാവസ്ഥയിൽ വെച്ച് നിർത്തണമെന്നാണ് മൃതസഞ്ജീവനി ക്രിയ പറയുന്നത്.